ആ കത്തിനുള്ളിൽ ഞങ്ങൾക്ക് എഴുതിയ പേഴ്സണൽ ലെറ്ററിലെ കാര്യം ആരും അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആരോടും അത് ഷെയർ ചെയ്യാതെ ഞങ്ങൾ രണ്ടുപേർക്കും മാത്രം അറിയുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ദയിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടൊക്കെ അത്രയും വലിയ ഇഷ്യൂ ഉണ്ടായത്. പറഞ്ഞിരുന്നത് ഒരു 4 കത്തുണ്ട്, ഈ 4 കത്ത് ഇന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം, അയച്ചു കൊടുത്തിട്ടും പാർട്ടി തലത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലീസ് മേധാവിക്കും മീഡിയേൻ്റെ അടുത്തും ഇത് പറയണം. പിന്നെ ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം, ഞാൻ പറഞ്ഞാൽ അച്ഛനൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന്, ആ മെഡിക്കൽ ഷോപ്പിൻ്റെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഭാവിനെ പറ്റിയുള്ള കുറേ ഉത്കണ്ഠകളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഞങ്ങളെങ്ങനെ ജീവിക്കണം, മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കുറേ നിർദ്ദേശങ്ങളുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പത്മജ, അവസാന നിമിഷം മരണക്കിടക്കയിൽ പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ ഈ അച്ഛൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ മക്കൾ പാലിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം 27-ാം തീയതി മരിച്ചിട്ടും സഞ്ചയനം കഴിയുന്ന നാളുവരെ ആ കത്തിന്റെ ഒരു ഡീറ്റെയിൽസും നിങ്ങൾ പുറത്തുവിട്ടില്ല. നമ്മൾ പലതവണ നിങ്ങളോട് ചോദിച്ചു അങ്ങനെ കത്തുകൾ എന്തെങ്കിലും ഉണ്ട്. ആ സമയത്തൊന്നും നമ്മൾക്കടക്കം ഞങ്ങൾ മറ്റു വഴികളിലൂടെയാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ റിപ്പോർട്ടർ TV കണ്ടെത്തുന്നത് മറ്റു ചില വഴികളിലൂടെയാണ്. പക്ഷെ നിങ്ങൾ കുടുംബം ആ വിഷയത്തിലൊന്നും ഞങ്ങളോട് ആ സമയത്ത് പ്രതികരിച്ചില്ല. അത് ഈ അച്ഛൻ്റെ താല്പര്യം സംരക്ഷിക്കണം, അച്ഛൻ്റെ കത്തിലെഴുതിയിരിക്കുന്നത് പോലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കേണ്ടെന്ന് കരുതിയായിരുന്നു പത്മജ. അതെ, അച്ഛൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടീനെ കരിവാരി തേക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അച്ഛൻ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്ന വേറൊരു കാര്യം, മക്കൾക്ക് പോലും ഇത് അറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടീൻ്റെ ഞങ്ങൾ ലാസ്റ്റ് സമയത്ത് ഇത്രയും ആൾക്കാർ ഇവിടെ കയറി വരുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇതെന്താ പ്രോബ്ലം എന്ന് ചോദിച്ച സമയത്തും അച്ഛൻ ഒക്കെ ശരിയാവും എന്ന് പറയല്ലാതെ പാർട്ടിയാണ് മറുഭാഗത്തുനിന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് സമയത്ത് ഭയങ്കര പ്രഷറിലായിരിക്കണം, സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ വേറെ കുറച്ച് കടങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടി വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അച്ഛൻ. ശരിക്കും IC ബാലകൃഷ്ണനും സംഘവും ആണ് ഈ മരണത്തിന് ഉത്തരവാദികൾ എന്നാണ് ഈ കത്ത് വായിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണോ കണക്കാക്കുന്നത്? അതെ. അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം അവരൊന്ന് നമ്മൾ ഇത് പറയുക, അത് ഇപ്പോഴും കണ്ടില്ലേ, നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മൾ എന്താ പിന്നെ ചിന്തിക്കണ്ടേ? ഞങ്ങൾ നേരിട്ട് കൊടുത്ത സാധനം കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല, അത് കുടുംബ പ്രശ്നമാണെന്ന് പിന്നെയും അവർ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം പിന്നെ നമ്മൾ ഇപ്പം തന്നെ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ 2 പ്രമുഖ നേതാക്കളിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കുടുംബ പ്രശ്നമാക്കി വഴിതിരിച്ചുവിടാൻ ഞങ്ങൾ ബന്ധുക്കളെടുത്ത് പറഞ്ഞവരെ പോലും നമ്മളിപ്പോഴും അവരുടെ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അവർ ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് കഷ്ടമുള്ള കാര്യമല്ലേ? അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ പത്മജ? അതായത് ഇതൊരു കുടുംബ പ്രശ്നമാക്കി മാറ്റി ഈ കേസ് ഒതുക്കി തീർക്കാൻ? അതെ, അത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഇത്രയും വലിയ ഗൂഢാലോചന ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമുണ്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നേ ഇല്ലല്ലോ. പിന്നെ ആദ്യം 1-2 പേര് നമ്മളോട് പേഴ്സണലായിട്ട് അടുപ്പുള്ള 1-2 ഫ്രണ്ട്സ് ഫോൺ വിളിച്ചൊക്കെ പറയുക ചെയ്തത്. അന്നപ്പോഴും നമ്മൾ വിചാരിച്ചു ആരെങ്കിലും ഇങ്ങനെ വെറുതെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നടക്കുമ്പം പല ഗോസിപ്സും ഉണ്ടാവുമല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഭയങ്കര വലിയ വാർത്തയായി എന്നൊക്കെ നമ്മൾ പിന്നെ ഓരോരുത്തർ വേറെ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെയാണ് കേൾക്കുന്നത്. കുടുംബ പ്രശ്നമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? 16 വർഷമായിട്ട് ഈ കത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ, അതെ, കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ 16 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കുമോ? ഒന്നെങ്കിൽ ഞങ്ങൾ മാറി താമസിക്കും, അല്ലെങ്കിൽ അച്ഛൻ മാറി താമസിക്കുമല്ലോ. അച്ഛൻ പുറത്തിറങ്ങി നടക്കുന്ന ആളല്ലേ. പിന്നെ ഇവിടെ ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. രാവിലെ 9 മണിയാകുമ്പോൾ 9:30 കൂട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ രാത്രിയാണ് ഞങ്ങൾ വരുന്നത്. അതുവരെ വീട്ടിലൊരു സെർവൻറ്റിനാക്കിയിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അവരാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് 3 കുട്ടികളും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ. സാധാരണ വീടുകളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും എന്നല്ലാതെ അച്ഛനെ മരണത്തിലേ തള്ളിവിടുന്ന ഒരു കാര്യവും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര കോടി രൂപയുടെ ബാധ്യതയുണ്ട് പത്മജ ഇപ്പോൾ? 2 കോടിക്ക് അടുത്തുണ്ടെന്നാണ് ഇപ്പം കിട്ടിയ വിവരം. അതിൽ ഭൂരിപക്ഷവും ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടി, മറ്റ് നിയമനത്തിന് വേണ്ടി അടക്കം മറ്റുള്ളവരിൽ നിന്ന് പിരിച്ച പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി, BJPയുടെ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി കൊടുത്ത പണമടക്കം ആ പാർട്ടിക്ക് വേണ്ടി എടുത്ത കടമാണ്. 32 ലക്ഷം അതിൽ നേരിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ,
അതെ അതെ, അത് നേരിട്ട് അച്ഛൻ എഴുതിയിട്ടുണ്ടല്ലോ. അതെ. പിന്നെ ഞങ്ങൾക്ക് എഴുതിയ ലെറ്ററിൽ വേറെ അച്ഛൻ പേഴ്സണലായിട്ട് എടുത്ത കടം അത് ഞങ്ങൾ കൊടുക്കണം എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പേഴ്സണൽ അത് 2 or 3 ഉള്ളൂ, അതും ചെറിയ പൈസയുള്ളൂ, അത് വലിയ പൈസയൊന്നുമല്ല. ഞങ്ങൾ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇതിലെ 90% പൈസയും ഇത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കടമെടുത്തത് പാർട്ടിക്ക് വേണ്ടിയാണ്, IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കൊക്കെ പണം കൊടുക്കാൻ വേണ്ടിയാണ്. അതെ അതെ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് എഴുതിയ കത്തിൽ അച്ഛൻ പറയുന്ന വേറൊരു കാര്യം, ഞാൻ ഒപ്പിട്ട് കൊടുത്ത ഒരു ചെക്കിൻ്റെ ബാധ്യതയും മോൻ ഏറ്റെടുക്കരുത് എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ചെക്കിൻ്റെ ബാധ്യതയും ഏറ്റെടുക്കരുതെന്ന് പ്രത്യേകം പറയണമെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടി എടുത്തതായിരിക്കില്ലല്ലോ സാർ. കറക്റ്റ്. അപ്പോൾ കേസ് കൊടുക്കാൻ തീരുമാനിച്ചോ? എന്താണ് പരാതി കൊടുക്കണ്ടേ? കാരണം ഇതിലൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിൽ വളരെ വ്യക്തമാണ് ഈ പരാതി, ഈ ആത്മഹത്യാക്കുറിപ്പിൽ. അതെ അതെ അതെ, അങ്ങനെ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ പത്മജ, എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്. DCC ട്രഷറായിരുന്നു എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ കോൺഗ്രസ് കുടുംബത്തിൽ വിശ്വസിച്ച ഒരു നേതാവാണ്. ആ നേതാവിൻ്റെ മരണത്തിൽ ഇങ്ങനെയല്ല പാർട്ടി പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നതും വസ്തുതയാണ്. താങ്ക് യു പത്മജ, താങ്ക് യു വിജേഷ്, കാര്യങ്ങൾ വ്യക്തമാക്കിയതിൽ.